സ്റ്റോറി എന്ന് പറയുമ്പം ഒരു 2018-19 ആ ടൈമിലാണ് ഞാൻ +2 ഒക്കെ പഠിക്കുന്നത്. സോ അതിന് കുറച്ച് ബാക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ ഒരു 7ാം ക്ലാസ് 6ാം ക്ലാസ് ടൈമിലൊക്കെ ഞാൻ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഫുട്ബോളാണ് കൂടുതൽ ഇഷ്ടം. ഫുട്ബോൾ എനിക്ക് എൻ്റെ നാട്ടിൽ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. എന്നെ കുറച്ച് മുത്തേട്ടന്മാരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലൊക്കെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കും, അവരെ കളി കാണും. അപ്പോൾ എനിക്ക് കളിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അതായത് ഈ മെസ്സിൻ്റെയും റൊണാൾഡോൻ്റെയും നെയ്മറിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ എടുത്ത് കാണുക, ഇവരെങ്ങനെ കളിക്കുന്നത് നോക്കുക, വലിയേട്ടന്മാർ കളിക്കുന്ന പോയി നോക്കുക, അത് കഴിഞ്ഞിട്ട് ടൂർണമെൻറ്റും കാര്യങ്ങൾക്കൊക്കെ പോവുക, അവരുടെ കൂടെ അവരെ കളി നോക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഫുട്ബോൾ തലക്ക് ഭ്രാന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ഫുട്ബോൾ എന്നുള്ളത്. അങ്ങനെ ഞാൻ ശരിക്കും നടന്നത് ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരെ കോച്ചിങ്ങിന് പോയി, അത്യാവശ്യം നല്ല കോച്ചിങ്ങിന് അതിന് പോയി കളി എന്താണെന്ന് പഠിച്ച് മൊത്തത്തിൽ കളിക്കാൻ പഠിച്ച്, ബോൾ കാലിപ്പിക്കാൻ പഠിച്ച്, ഈ പറഞ്ഞിരിക്കുന്ന സ്കില്ലും കണ്ട് വെൽ മോട്ടിവേറ്റഡ് ആയി മെസ്സിൻ്റെ തന്നെ ആവണം എന്നുള്ള രീതിയിലൊക്കെ പരിപാടി ഓണാക്കി മുമ്പോട്ടേക്ക് ഇങ്ങനെ കളിയോ കളി. അങ്ങനെ 10th-ലെത്തി. 10th ഞാൻ ആ ടൈമിൽ സ്കൂൾ ടീമിൽ കയറാൻ ഒരുപാട് കളിച്ച്. ഞാനും എൻ്റെ നാട്ടിലൊരു ഫ്രണ്ടും ഉണ്ട്, ഓനും ഞാനും കൂടി ശരിയായ കളിയാണ്. ആ ടൈമിൽ ഓനും ഓരോരോ ടീം വിളിക്കും, അവിടെ ഓരോരുത്തരും കളിക്കാൻ പോകും. ചെറിയ ചെറിയ കളിയാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ 10ാം ക്ലാസ്സിലെ ടീമിൽ കയറാൻ വേണ്ടിയിട്ട് ഞാനും ഓനും ട്രയൽസിന് പോയി. അപ്പം ഓനെടുത്ത് എന്നെ എടുത്തില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ബാഡായി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള ഒരുത്തനും ഓനെടുത്ത്. പിന്നെ ഞാൻ എന്താക്കി, ആ ഇയറിൽ എനിക്ക് കളിക്കാൻ പറ്റില്ല. ഓൻ പോയി കളിച്ചു, ഓൻ്റെ കൂടെ പോയി അവൻ കളി കണ്ട് തിരിച്ച് വന്ന് പിന്നെ +1 +2 ആയപ്പോൾ ഞാൻ വീണ്ടും ട്രൈ ചെയ്തു ടീമിലേക്ക്, സെയിം സ്കൂളിൽ തന്നെ. അങ്ങനെ എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടി സ്കൂളിൽ. +1 +2 ടൈമിൽ നമ്മളൊരു ടീം ബിൽഡ് ചെയ്ത് സ്കൂളിൽ നിന്ന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയി. സ്കൂൾ ടൈമിൽ സ്കൂളിൻ്റെ ടൂർണമെൻറ്റിന് കളിക്കാൻ പോയി. അന്ന് ഒരു 5 കൊല്ലമായിട്ട് നമ്മളെ സ്കൂള് ഒരു കപ്പ് അടിച്ചിട്ടില്ലേനു. ബട്ട് നമ്മൾ പോയി അത് കപ്പങ്ങ് അടിച്ച് 5 കൊല്ലത്തിന് ശേഷം. നമ്മൾ ശരിയായ കളി, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നല്ല വൃത്തിക്ക് കളിച്ച് ടീമിനെ അങ്ങോട്ട് ചെയ്യിപ്പിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ. അങ്ങനെ എനിക്ക് അവിടുന്ന് സെലക്ഷൻ കിട്ടി. ഫസ്റ്റ് എന്നെ സെലക്ട് ചെയ്ത് ഇത് മേലടി ടീം എന്ന് പറഞ്ഞിട്ട് പയ്യോളി, മേപ്പേര് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളിലുള്ള കുറച്ച് സ്കൂളുകൾ കുട്ടികളെ വെച്ചിട്ട് ഒരു ടീം ബിൽഡ് ചെയ്യും, മേലടി എന്ന് പറഞ്ഞിട്ട്. ആ ടീമുമായിട്ടാണ് കാലിക്കറ്റിൽ കളിക്കാൻ വേണ്ടത്. കാലിക്കറ്റിലേക്ക് വരിക, കാലിക്കറ്റ് ടൗണിൽ നിന്ന് ഉണ്ടാവും, അല്ലാതെ വേറെ സ്ഥലത്ത് നിന്ന് ഓരോ ടീമായിട്ട് വരിക. കുറച്ച് ടീം 6 ടീം മാത്രം. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ മെയിൻ ജില്ലാ ടീമിന് വേണ്ടി കളിക്കാൻ പോകും. അങ്ങനെ നമ്മൾ കാലിക്കറ്റിലെത്തി. എന്നെയാണ് അന്ന് സെലക്ട് ചെയ്ത്. അന്ന് സ്കൂൾ ടീമിന് വേണ്ടി കപ്പടിച്ചതിന് ശേഷം പേപ്പറിലൊക്കെ ഫോട്ടോ വന്ന് സ്കൂളിൽ പോയപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര കാര്യമായിട്ട്, ഹായ് ബ്രോ കളി സീനായിരുന്നു, പേപ്പറിലൊക്കെ ഫോട്ടോ കണ്ട് നമുക്ക് ഭയങ്കര ഏത് നമ്മളൊരാൾ ആരാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സാധനം. സാറുമാർ വിളിക്കുന്ന ഈ പ്രാവശ്യം കപ്പടിച്ച്, ഞാനൊക്കെ ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വിളിച്ചു പറയാ, നമ്മളെ ടൂർണമെൻറ്റ് അല്ലെങ്കിൽ കളിക്കാൻ പോയിട്ട് ജില്ലയിലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ജില്ലാ ലെവലിലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സെലക്ഷൻ കിട്ടിയിരിക്കുന്നതിൽ ഹരിപ്രസാദ് എന്നൊക്കെയുള്ള രീതിയിൽ പേര് വിളിച്ചാൽ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ആയിരിക്കും. നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് ആ ടൈമിൽ. അതുപോലെ കുറേ കുട്ടികളെ മുമ്പിൽ നിന്ന് ട്രോഫി തരുന്നത്, പേപ്പറിലെ ഫോട്ടോ ഇടുന്നത്, നാട്ടിലെ ആൾക്കാരൊക്കെ എൻ്റെ ചോദിക്കുന്നത് കളി സീനായിരുന്നില്ലേ എന്നല്ലേ. ആ രീതിയിൽ കഴിഞ്ഞ് നേരെ ജില്ലാ ലെവലിലേക്ക് കളിക്കാൻ വന്നു. മീൻസ് അതായത് കോഴിക്കോട് ജില്ലയിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന ടീമുകളായിട്ട് കളിക്കാൻ വന്നു. അന്ന് ഇഞ്ച് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് എന്നെ ഫസ്റ്റ് ലെവലിൽ അവരെന്നെ എടുത്ത് സെലക്ട് ചെയ്ത്. 2 ഡേയ്സിനും കളി. സെക്കൻഡ് ഡേയിലേക്കും അവരെന്നെ സെലക്ട് ചെയ്ത് ഫൈനൽ ലെവലിൽ അവരെന്നെ പുറത്താക്കി. അതെന്താ റീസൺ എനിക്കറിയില്ല. ഞാൻ അത്രയും ആഗ്രഹിച്ചു. അതായത് ജില്ലാ ടീമിന് വേണ്ടിയിട്ട് കളിച്ചെന്ന് കേട്ടാൽ മീൻസ് അതിനു വേണ്ടി കളിക്കാൻ പോയ സ്റ്റുഡൻസിനൊക്കെ സ്പോർട്സ് കോട്ടയിൽ സീറ്റ് കിട്ടും കോഴിക്കോട് ജില്ലയിലുള്ള ഏതൊരു കോളേജിലും. അതൊക്കെ അത് മാത്രമല്ല, അന്ന് ഞാൻ നല്ല രീതിയിൽ കളിച്ചിരുന്നു, പക്ഷെ ഇവരെന്നെ പുറത്താക്കി. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫിറ്റ്നസ്. അവര് നമ്മളെ വലിപ്പവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്നെ മെല്ലെ അങ്ങ് തട്ടി, ടീമിൽ നിന്ന് ഒഴിവാക്കി. ബിക്കോസ് ഒരു കാലിക്കറ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിനും ലാസ്റ്റ് വന്നത് കളിക്കാൻ. അവർ ഓൾറെഡി വലിയ സെറ്റപ്പുള്ള ചെക്കന്മാരാണ്, നല്ല ഹൈറ്റും വെയിറ്റും. അതുമാത്രമല്ല ഒരു നല്ലോണം കളിക്കാത്ത ആൾക്കാരെ സെലക്ട് ചെയ്ത്. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഫണ്ടോ എന്തോ കാര്യങ്ങൾ എറിഞ്ഞിക്കും തോന്നുന്നു. നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊന്നും പറയാനും പറ്റില്ല. അങ്ങനെ തിരിച്ചു വന്ന് നാട്ടിൽ പിന്നെ സാധാരണ കളിയായി ഫുട്ബോൾ. എന്നിട്ട് ഞാൻ വിട്ടില്ല. എനിക്ക് പഠിത്തത്തിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ റീസൺ എനിക്ക് പറ്റിയത്. ഞാൻ കളി ക്യാമ്പിന് പോവുക, ടൂർണമെൻറ്റ്സിന് പോവുക, വയനാടും മറിച്ച് ഓരോ സ്ഥലത്ത് പോയിട്ട് കളിക്കുക, ടൂർണമെൻറ്റ് കളിക്കുക, ജയിക്കുക, ഫണ്ട് വാങ്ങുക, അടുത്ത ടൂർണമെൻറ്റ് വാങ്ങുക. ഈ പരിപാടി തന്നെ ഒരു രീതിയിലും റെസ്റ്റ് ഇല്ലാണ്ട് കളി. അങ്ങനെ നല്ല
ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ പ്രോപ്പർ റെസ്റ്റ് ഇല്ലാത്തതിൻ്റെ ഇതിൽ എൻ്റെ ലിഗമെൻ്റ് അങ്ങ് തെറ്റി. ഒരു ദിവസം കളിക്കുന്ന ടൈമിൽ ലിഗമെൻ്റ് തെറ്റി, ഞാൻ വീണ് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞ് മുട്ടൊന്ന് തെറ്റിയിട്ടുണ്ട്, നമുക്ക് നോക്കാം, റെസ്റ്റ് എടുക്കുന്നതാണ്. ഇത്ര ഡേയ്സും 4 days റെസ്റ്റ് എടുത്തിട്ട് മുട്ട ആടിപ്പോൾ, എൻ്റെ മുട്ട് നിൽക്കുന്നില്ല. രണ്ടാമത് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണം MRI. അത് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ കൺഫേം ചെയ്ത് ലിഗമെൻ്റ് പോയി, ഫുള്ളി ടയർ ആണെന്ന് പറഞ്ഞിട്ട് പൊട്ടി. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് സർജറി എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ടൈമിലാണ് ഞാൻ ലിഗമെൻ്റ് എന്ന് കേൾക്കുന്നത്, ഇതെന്താ സംഭവം എന്നുള്ളതൊക്കെ കേൾക്കുന്ന ആ ടൈമിലാണ്. മുൻപ് എനിക്ക് എൻ്റെ കോച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ല ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ. അങ്ങനെ ഞാനിവിടെ നേരെ മെഡിക്കൽ കോളേജിൽ വന്ന് എന്നെ കൊയിലാണ്ടിയിൽ നിന്ന് ഡോക്ടർ ഇങ്ങോട്ടേക്ക് ഷീറ്റ് എഴുതി ഞാൻ മെഡിക്കൽ കോളേജിൽ കാണിച്ച്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു അവിടെ ഇത് ലിഗമെൻ്റ് പോയതാണ്, സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ എനിക്ക് കളിക്കാൻ പറ്റുമോ? ഡോക്ടർ പറഞ്ഞില്ലാന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ, ഇത് കുറച്ച് പ്രശ്നമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ വലിയ കളിക്കാരൊക്കെ ഈ ഇഞ്ചുറി പറ്റിയിട്ട് കളിക്കുന്നുണ്ടല്ലോ ഡോക്ടർ. അപ്പം പറഞ്ഞ് നോക്കണ്ട, എനിക്ക് പ്രോപ്പറായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ടാണ്, നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ എൻ്റെ ഫേസ് മൊത്തം ഡൗൺ ആയി. അവിടെയുള്ള ഡോക്ടർ അസിസ്റ്റൻ്റ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക, ഞാൻ ഡൗൺ ആയി. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് കളിക്കാനൊക്കെ പറ്റുന്ന പറഞ്ഞു. പിന്നെ പോകാനാകുന്ന ടൈമിൽ ചെറുതായിട്ടൊക്കെ കളിക്കാനുള്ള രീതിയിൽ. അപ്പോൾ എനിക്കൊരു സമാധാനമായി. എന്നെ സ്പോർട്സ് മെഡിസിൻ്റെ അടുത്തേക്ക് പറഞ്ഞാൽ സ്പോർട്സ് മെഡിസിൻ്റെ അടുത്ത് പോയാലും മൂപ്പര് ഇത് കളിക്കിട്ട് സിമ്പിൾ, ഇത് നോർമൽ സാധനമാണ്, നിങ്ങൾ മെയിനായിട്ട് നിങ്ങളെ ശരീരം നോക്കാണ്ട് കളിച്ചിട്ടാണ് ഇങ്ങനത്തെ ഓരോന്നും പറ്റുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞു. നീ വേഗം സർജറി ചെയ്തിട്ട് ഇറങ്ങിക്കോ, ഒരു ഇത്ര ഡേയ്സ് റെസ്റ്റ് എടുക്കുക, അതിനുശേഷം ഫിസിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്നുകൂടി ബൂസ്റ്റായി. ബട്ട് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ടൈമിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ സർജറി. ഞാൻ കുറച്ച് പ്രോബ്ലത്തിലൂടെ കുറച്ച് ഇഷ്യൂയിലൊക്കെ കൂടെ പോയതുകൊണ്ട് എനിക്ക് സർജറി ചെയ്യാൻ പറ്റിയില്ല ആ ടൈമിൽ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തിരിച്ച് കളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ കളി മാസങ്ങളോളം നിന്ന്, അത് വർഷങ്ങളോളമായി. പിന്നെ തീരെയും കളിക്കാണ്ടായി ഞാൻ. പിന്നെ എനിക്ക് മനസ്സിലായി കളിയിലേക്ക് പോകാൻ പറ്റില്ല, ഒരു മെസ്സി ആണെന്ന് എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ. ബിക്കോസ് അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. എൻ്റെ ഒപ്പം കളിച്ച് നടന്ന ആൾക്കാരൊക്കെ വലിയ ക്ലബിലേക്ക് 2 lakhs 1 lakh അല്ലെങ്കിൽ 3 lakhs ഒക്കെ കൊടുത്ത് ജോയിൻ ചെയ്യുക, ഫണ്ട് കൊടുത്തിട്ട്. ഞാൻ അങ്ങനെ കടന്നുപോയ സിറ്റുവേഷനിൽ എൻ്റെ അത്ര ഫണ്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങോട്ട് സർജറി ചെയ്യാനും പറ്റിയില്ല, ഇത് പറഞ്ഞതുപോലെ ഒന്നിലും മൂവ് ചെയ്യാൻ പറ്റില്ല കളിയായിട്ട്. പിന്നെ എൻ്റെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നെക്സ്റ്റ് വേ കൂടി പോയിട്ട് എന്തേലും രീതിയിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കളിക്ക് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് എനിക്ക് സ്റ്റഡിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതും അവിടെ ഒരു വിഷയമായി. പിന്നെ ഞാൻ എന്താക്കി, എന്തെങ്കിലും രീതിയിൽ ചെറിയ എന്തെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഒരു ഷോപ്പിൽ, അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഷോപ്പിൽ പാർട്ട് ടൈം കയറി. അവിടെ കുറച്ച് കാലം വർക്ക് ചെയ്ത് കുറച്ച് ഫണ്ടൊക്കെ ഒന്ന് സേവിങ്സ് ആക്കി വെച്ച് ഞാൻ ഒരു കോഴ്സ് പഠിക്കാം. എൻ്റെ ഫ്രണ്ട്സൊക്കെ, നാട്ടിലെ ഫ്രണ്ട്സൊക്കെ ഒന്ന് കൊച്ചിയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും, അന്ന് ട്രെൻഡിങ് ആയിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിങ്ങും, അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ലോജിസ്റ്റിക്സ് ഒക്കെ ട്രെൻഡിങ് ആണ്. ഞാൻ ഇതുപോലെ കൊച്ചിയിൽ പോയി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ അവരെ വിളിച്ചിട്ട് അങ്ങനെ കൊച്ചിയിലെത്തി. അവരെ റൂമിൽ ജോയിൻ ചെയ്ത് ക്ലാസ്സിൽ ഒരു ഫീസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കൊടുത്ത് ക്ലാസ്സിൽ പോയി ഒരു 1 week പോയി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എന്താണെന്നൊക്കെ നോക്കി. ഒരു 1 week പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ക്ലാസ്സിൽ ഒരു ഫണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ്, പ്രോപ്പറായിട്ട് ക്ലാസ്സും കിട്ടുന്നില്ല. 2 days ഒക്കെ അവർ കളിച്ചും ചിരിച്ചൊക്കെ നിന്ന് വേസ്റ്റ് ആക്കിയിട്ട്, പിന്നെ ബാക്കിയുള്ള ദിവസവും അതേപോലെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഫണ്ട് കൊടുക്കുന്നതിൽ കാര്യമില്ല, സ്കാമാന്നുള്ള രീതിയിൽ. അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് ഔട്ടടിച്ച്. ആ ടൈമിൽ തന്നെ ഞാൻ അവിടെ പാർട്ട് ടൈം വർക്ക് കയറിയിരുന്നു കൊച്ചിയിൽ ക്രൗൺ പ്ലാസയിൽ, അവിടെ വാലറ്റിൽ. അന്ന് ഞാൻ ക്ലാസ് ഉച്ച വരെ, അത് കഴിഞ്ഞ് നേരെ ഈ ക്രൗൺ പ്ലാസിൽ വർക്കും ഒരു 1 മണി വരെ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യും. കുറേ ടൈം അവിടെ പോയി നിന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ, ക്ലാസ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒരു 4 months ഒക്കെ അവിടെ നിന്ന്. അതിനുശേഷം ഒരു ന്യൂ ഇയറിന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല കൊച്ചിയിലേക്ക്. പിന്നെ നാട്ടിൽ ഇതേപോലെ വീണ്ടും സ്റ്റക്കായി എനിക്ക് ഫീലായി. അപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു ഷോപ്പിൽ ആദ്യം കയറി. അവിടെ നിന്ന് നിൽക്കുന്ന ടൈമിൽ കാലിക്കറ്റിൽ ഒരു ഓഫീസ് മാനേജ്മെൻറ്റ് കോഴ്സ്, ചെറിയ ഫീസുള്ളൂ, അതിൽ സെയിൽസും അതുപോലെ ഒരു ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം. ഏതെങ്കിലും ഓഫീസിൽ ജസ്റ്റ് വർക്കിന് കയറാന്നുള്ള രീതിയിൽ, ബിക്കോസ് സ്റ്റക്കാവും അല്ലെങ്കിൽ ഞാൻ ഷുവറാണ്. ആ ടൈമിൽ ഞാൻ ഫ്രൂട്ടൈസ് പോലത്തെ ഒരു ഷോപ്പുണ്ട്, മെമ്മറൈസ് പോലത്തെ ഒരു ഷോപ്പ്, ഫ്രൂട്ടൈസ് നാട്ടിലുള്ള കൊയിലാണ്ടിലുള്ള, അവിടെ വർക്കിന് കയറി. അവിടെ ഞാൻ ഒരു 12 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള ഷോപ്പാണ്. ബട്ട് എന്നെ അറിയുന്ന ഒരാൾ, ഞാൻ അവരോട് സംസാരിച്ച് ഡീലാക്കി, അതായത് എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ അതിനുശേഷം വന്നിട്ട് തുറക്കാണ്, ഷോപ്പ് തുറന്നിട്ട് കുറച്ച് ടൈം അധികം വേണം നിൽക്കാനുള്ള രീതിയിൽ. അപ്പോൾ ആൾ സമ്മതിച്ചു, ഒരു തലശ്ശേരിക്കാരൻ, നല്ലൊരു മനുഷ്യൻ സമ്മതിച്ചു. ഞാനെങ്ങനെ അവിടെ പോയി നിന്ന്, ഓൾറെഡി എൻ്റെ ഫ്രണ്ട് അവിടെ നിന്നു, അതിൻ്റെ ബേസിൽ എനിക്ക് മൂപ്പരെ അറിയാം.
അപ്പോൾ ഞാൻ മൂപ്പര് സമ്മതിച്ച് എനിക്ക് ക്ലാസ് ടൈം വരുന്നത് 9:30 ആണ്. 9:30 ടു 1 കഴിഞ്ഞ് 2:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് ഷോപ്പ് തുറക്കണം. അപ്പം ഞാൻ ഇവിടുന്ന് ഡെയിലി 6:30 എണീക്കും. നേരെ 9:30 ആകുമ്പോഴത്തേക്ക് ഹൈലൈറ്റിലാണ് ക്ലാസ്. ഹൈലൈറ്റിലെത്തും, ക്ലാസ് ജോയിൻ ചെയ്യും. 1 മണിക്ക് ക്ലാസ് കഴിയും. 1:10 ക്ലാസ് കഴിഞ്ഞ ആ ടൈമിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി എടുത്ത് സ്പീഡിൽ വരും. ഷോപ്പിലെത്തും, കൊയിലാണ്ടി ഷോപ്പിലെത്തും. ഷോപ്പ് ക്ലീൻ ആക്കും, എല്ലാം തുടച്ച് വൃത്തിയാക്കും. മീൻസ് ഗ്ലാസ് ഉണ്ട്, അതുപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു പാട്ടൊക്കെ വെച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ക്ലാസ്സിൽ എന്തെങ്കിലും എടുത്ത് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. കസ്റ്റമേഴ്സ് വരുമ്പോൾ സംസാരിക്കും. ബട്ട് എൻ്റെ കേസിൽ ഞാൻ എല്ലാവരോടും നല്ലോണം സംസാരിക്കുന്നു. ഈ ടൈമിലൊക്കെ സംസാരിക്കും. ഞാൻ എൻ്റെ ഷോപ്പിൽ വരുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കും. കുറേ ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കും. കൊയിലാണ്ടിയിലെ ചെക്കന്മാരും പെൺകുട്ടികളും പ്രായമായ ആൾക്കാരും എല്ലാവരും എൻ്റെ കൂടി അവിടെയുള്ള ഷോപ്പിൽ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ട് എൻ്റെ ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ വെക്കും. ഒന്നാമത് ആ കമ്പനി കുറച്ച് ഡൗൺ ആയിരുന്നു. ആ ടൈമിൽ മൂപ്പർ ഇങ്ങനെ പറയും, ഹരി കച്ചവടമൊന്നുമില്ല, നീ ഒന്ന് ഉഷാറാക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ തന്നെ ഞാൻ ഷോപ്പിലേക്ക് വേണ്ടത് എന്തൊക്കെ ചെയ്താലാണ് കച്ചവടം വരിക എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ വരുത്തിച്ച് പല പല സാധനങ്ങളും ഞാനന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ ഷോപ്പിൽ. അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ് ഒരു 3 മന്ത് ക്ലോസ് ചെയ്യാനും ഞാൻ ഈ പറഞ്ഞത് റുട്ടീനായി. ഇവിടുന്ന് ഷോപ്പിൽ വരുന്നു, ഷോപ്പ് ക്ലോസ് ചെയ്യുക 12:30 ക്ലോസ് ചെയ്യും. നേരെ വീട്ടിൽ പോകുന്നു, കുളിച്ചു മാറ്റി ഉറങ്ങുന്നപ്പോഴത്തേക്ക് 1:30 ആവും. 1:30 കിടന്നുറങ്ങി വീണ്ടും രാവിലെ 6 മണിക്ക് എണീച്ചിട്ട് നേരെ ക്ലാസ്സിൽ പോകും. ഇതൊരു കണ്ടിന്യൂസ് 3 മാസം. ഞാൻ സൺഡേ പോലും ലീവാക്കാണ്ട് ഈ 3 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് നിന്ന്. കാരണം എനിക്ക് ഇവിടുന്ന് പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വേണം ഫീസ് അടയ്ക്കാൻ, എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ആ രീതിക്ക് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പണിയെടുത്തോണ്ടേ നിന്ന്. അങ്ങനെ ഈ കോഴ്സ് കംപ്ലീറ്റ് ആയി. ഏകദേശം കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പിട്ടാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അതിനെനിക്ക് കുറേ ഓഫറാണ്. ബ്രോ, എൻ്റെ ഗൾഫിലൊരു ഓഫീസുണ്ട്, അല്ലെങ്കിൽ ഗൾഫിലൊരു ഓഫീസിലേക്ക് കുവൈത്തിൽ ഓഫീസുണ്ട്, നീ അവിടത്തേക്ക് വരുന്നു. അപ്പം ഞാൻ നോക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഒരാൾ പറഞ്ഞു ഗൾഫിലൊരു കഫേ ഉണ്ട്, നീ വരുന്നോ. ഒരാൾ പറഞ്ഞു കാലിക്കറ്റിൽ എനിക്കൊരു സ്റ്റീൽ കമ്പനി ഉണ്ട്, അവിടെ ജസ്റ്റ് മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നീ വരുന്നോ, വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ കുറേ ഓഫർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ടീം, അതായത് ഞാൻ ആ ഷോപ്പിൽ നിൽക്കുന്ന ടൈമിൽ ഈ ഹംറാസ്ക അങ്ങനത്തെ ഈ ആഷിഖർ ഇങ്ങനത്തെ ടീം വരും. ഞാൻ വലിയൊരു സെറ്റപ്പ് ഫോർച്യൂണറിൽ വരും, അവിടെ ഇരിക്കും, ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യും, പോകും. ഇവരെ ഞാൻ എപ്പോഴും ഇങ്ങനെ കാണും. അങ്ങനെ ഒരു ദിവസം ഇവർ എൻ്റെ ഷോപ്പിലേക്ക് വന്നു. ആ ഷോപ്പിൽ വന്നപ്പോൾ ഞാൻ നോർമലി സംസാരിക്കുന്നവരോട്ടും ഹംറാസ്കായിട്ട് സംസാരിച്ച്, നോർമലി എല്ലാവരോടും സംസാരിക്കുന്നവരോട് സംസാരിച്ച്. അപ്പം മൂപ്പര് നല്ല രീതിയിൽ സംസാരിച്ചു. നീ എവിടെയാണ്, എന്താണ് പരിപാടി, നീ എന്താ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഓഫീസ് മാനേജ്മെന്റ് പഠിക്കുക, അവിടെ ആയിരുന്നു, കൊച്ചിയിലായിരുന്നു, ഇതാണ് എല്ലാവരോടും സംസാരിക്കുന്ന പോലെ തന്നെ മൂപ്പരോട് സംസാരിച്ച് ആ ഡേ കഴിഞ്ഞ്. അന്ന് ഞാൻ സംസാരിച്ചുകൊണ്ട് കുറേ സാധനം മൂപ്പർക്ക് വിറ്റിക്ക്. അന്ന് അത് കഴിഞ്ഞ് പിറ്റേന്ന് വന്നു മൂപ്പര് പറഞ്ഞ് ഹൈലൈറ്റിലേക്ക് പോകുന്നത് തന്നെ എൻ്റെ ഓഫീസ്. മൂപ്പര് ഒരു സ്റ്റഡി അബ്രോഡ് തന്നെ ആ ടൈമിൽ. ഒരു പറഞ്ഞ ഹൈലൈറ്റിലേക്ക് പോകുന്നൊരു സ്ഥലത്ത് തന്നെ എൻ്റെ ഓഫീസ്. ഞാൻ പറഞ്ഞു ഓക്കെ, എന്തൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത്, സ്റ്റഡി അബ്രോഡിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ മൂപ്പര് പറഞ്ഞു അതാണ് ഇതാണ്. ഇങ്ങനെ കുറേ ഞങ്ങൾ സംസാരിച്ച് എന്തൊക്കെയാണ്. ഞാൻ എൻ്റെ ചെറിയ ചെറിയ ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പ്ലാൻസ് ഒക്കെ ഉണ്ട്, ഫ്രണ്ട്സായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, അപ്പോൾ സ്റ്റെക്കാണ്, ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് കയറണം, അതൊക്കെയാണ് പ്ലാൻ എന്നുള്ള രീതിയിൽ പറയാം. ഹൈലൈറ്റുള്ള ക്ലാസ് ഏകദേശം കഴിയാനായി. ഹൈലൈറ്റുള്ള ക്ലാസ് പകുതി ആകുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അതൊരു സ്കാമാണ്. പിന്നെ ഒരു വലിപ്പിക്കുകയാണ് മൊത്തത്തിൽ. എഡുംബസിലായിരുന്നു അന്ന് ഞാൻ പഠിച്ചത്. എഡുംബസിന്റെ ഹബ് സ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. ഹബ് സ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് കുറേ കോഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതും സ്കാമാന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഓൾറെഡി അവിടെ 20 സംതിങ് സ്പെൻഡ് ചെയ്ത് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വെച്ചു, സർട്ടിഫിക്കറ്റ് ആക്കാൻ വിചാരിച്ചു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻക്ലൂഡഡ് ആണ് അതിൻ്റെ അകത്ത്, വലിയ രീതിയിലൊന്നും പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവരൊരു ഇന്റർവ്യൂ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിന് പോയി അറ്റൻഡ് ചെയ്ത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഫുൾ ബാഡാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നു അവിടെ പഠിക്കുന്ന നമ്മൾ സ്റ്റെക്കായത് ലോക്കായതാണ് നല്ല രീതിയിൽ. അങ്ങനെ അന്നൊരു ദിവസം ഞാൻ ഇതേപോലെ തിരിച്ചു വന്ന് ഷോപ്പിലെത്തി. ഈ പറഞ്ഞ ഹംറാസ് ഒന്ന് രാത്രി വന്നു ഐസ് കഴിക്കാനായിട്ട് വന്ന് സംസാരിച്ച് എന്തായി ഇന്റർവ്യൂ. അപ്പോൾ പുറത്തുനിന്ന് തന്നെ കാറിൽ ഇറങ്ങി മൂപ്പര് വരുന്ന ഇന്റർവ്യൂ എന്താണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അതൊരു സ്കാമേൻ എന്നുള്ളത്. അപ്പോൾ മൂപ്പര് എൻ്റെ കൂടി പറഞ്ഞു അതെനിക്ക് അറിയാം, പിന്നെ ഈ ബാഡാവണ്ടെന്ന് വിചാരിച്ചോണ്ട് ഞാൻ പറയാത്ത, ഈ സ്കാം നല്ല നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല, എങ്ങോട്ടെങ്കിലും പോകണം. ആ ടൈമിൽ മൂപ്പര് എന്നോട് പറഞ്ഞു ഈ എൻ്റെ കമ്പനിയിലേക്ക് വരുന്നു. എടുത്ത വഴിക്ക് ഞാൻ പറഞ്ഞു ഞാൻ വരാം. അത്ര സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്നാ കമ്പനിയിലേക്ക് വരാമെന്ന്. അങ്ങനെ ഞാൻ പിറ്റേന്ന് മൂപ്പര് പറഞ്ഞ് എന്നാ നീ രാവിലെ ഉച്ചയ്ക്ക് വാ, നമുക്ക് പോകാന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് കൊയിലാണ്ടിയിൽ പോയി കമ്പനിയിൽ വന്ന് ചെറിയ രീതിയിലൊരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് സംഭവം, ഇതാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അങ്ങനെ മൂപ്പര് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഞാൻ ഓക്കെ മീൻസ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ പറഞ്ഞ് ഓക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ഇപ്പം ഈ സ്റ്റഡി അബ്രോഡിൽ എത്തി.
കുറേ വഴികളിൽ കൂടെയാണ് ശരിക്കും ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയും ഇവിടെയും പട്ടിപ്പണി കുറേ എടുത്തേക്ക്. കൊച്ചിയിലുള്ള ടൈമിൽ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നേക്ക് പാർട്ട് ടൈം ആയിട്ട് ഒരുപാട് പട്ടിപ്പണി എടുത്തേക്ക്. ബട്ട് എങ്ങനെ ഇപ്പം കറങ്ങി ഇവിടെ എത്തി, ഇപ്പം കുഴപ്പമില്ലാണ്ട് ഓർക്ക് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ. സംഭവം കേൾക്കുന്നൊരു ബാഡായിരിക്കും, ബട്ട് കുറച്ച് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്.